ായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ദേവൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, സകല സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു. ഈ ട്രാജഡി ഒന്നേ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കും. രാജ്യം, രാജാവ്, അവരുടെ ആരാധന സ്ഥലം, ആരാധന വസ്തുക്കൾ, ചെറുപ്പക്കാർ, യൗവനക്കാർ, ഒരു രാജ്യത്തിൻ്റെ നല്ല തിളയ്ക്കുന്ന കഴിവുള്ള സമർത്ഥന്മാരായ ചെറുപ്പക്കാർ ആ രാജ്യത്തിന് നഷ്ടപ്പെടുമ്പോൾ നിരാശ വരുന്നതിൽ അതിശയിക്കേണ്ട ആവശ്യമില്ല. ട്രാജഡീസ് ഡിഡ് നോട്ട് മേക്ക് ദം ഡിസ്പെയർ. ഇതിൻ്റെ നടുവിൽ അവർ പ്രത്യാശയുള്ളവരായി കാണുന്നു. കാരണം 4-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴുന്നു. ഗോഡ് റെയിൻസ്. ഗോഡ് ഫോർ അസ് എന്നുള്ള ചിന്ത മാത്രമല്ല, രണ്ടാമത് ഈ സമൂഹത്തെ സ്വാധീനിച്ച വലിയ ചിന്ത, അവരുടെ ദൈവം സകലത്തിൻ്റെ മേലും വാഴുന്നു. അപ്പോൾ നിരാശയുണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിരാശയില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം സകലത്തിൻ്റെ മേലും വാഴുന്നു. സാധാരണ നാം ഈ വാക്യം ഉപയോഗിക്കുമ്പോൾ വാഴുന്നു, നമുക്കെതിരായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശത്രുക്കളുടെ മേൽ ദൈവം വാഴുന്നുവെന്ന് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിൻ്റെ അഫയേഴ്സ്, നമ്മുടെ ജീവിത കാര്യങ്ങളുടെ മേലും എൻ്റെ ദൈവം വാഴുന്നു. നോട്ട് ഓൺലി ഓവർ ദി അഫയേഴ്സ് ഓഫ് അവർ എനിമീസ് ബട്ട് ഓവർ ദി അഫയേഴ്സ് ഓഫ് അവർ ലൈഫ്. ഇവിടെ നാം വായിക്കുന്നല്ലോ 1-ാമത്തേത്, കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെയും അവൻ്റെ കയ്യിൽ, അപ്പോൾ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ദൈവമാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ചിന്തിക്കണം, ഏൽപ്പിച്ചവനാണ് ഏൽപ്പിക്കപ്പെട്ടവനേക്കാൾ വലുത്. അപ്പോൾ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവമാണ് അതിൻ്റെ മേലും പ്രവർത്തിച്ചതെന്ന് ഓർക്കണം. ജീവിതത്തിൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ യോബിൻ്റെ വാക്ക് ശ്രദ്ധിച്ചോ, യഹോവ തന്നു, യഹോവ എടുത്തു. ഇറ്റ് ഈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയില്ലാതെ ജീവിക്കണമെങ്കിൽ ഈ ചിന്ത നമ്മെ ഭരിക്കണം. ഗോഡ് റെയിൻസ്. എൻ്റെ ദൈവം സകലത്തിൻ്റെ മേലും വാഴുന്നു. ബാബിലോണ്യരെ ഉയർത്തിയ ദൈവത്തിന് ബാബിലോണ്യരെ നീക്കാനുള്ള ദാര്യാവേശിനെ എഴുന്നേൽപ്പിക്കാനും ദൈവത്തിന് കഴിയും. അങ്ങനെയാണല്ലോ 4-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഈ ദാനിയേലിന് അറിവ് കിട്ടാൻ കാരണം മുമ്പോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ യിരെമ്യാവിൻ്റെ പുസ്തകം നന്നായി പഠിച്ചൊരു മനുഷ്യനാണ്. 70 വർഷക്കാലം പ്രവാസത്തിൽ കഴിയും. അതിനുശേഷം ദൈവം ഒരു വിടുതലിനെ അയക്കും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവത്തിൻ്റെ ദാസന് ലഭിച്ചു. ഈ ബ്രേക്ക് ദൗ ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്നുള്ള ആ പാട്ട് ഇംഗ്ലീഷിൽ പാടുമ്പോൾ അതിനകത്തൊരു ചരണമുണ്ട്. ബിയോണ്ട് ദ സീക്രട്ട് പേജ് ഐ സീക്ക് ദി ലോഡ്. കേട്ടോ, അതിനകത്തൊരു വാചകമാണ്, ബിയോണ്ട് ദ സീക്രട്ട് പേജ്, ബിയോണ്ട് ദ സീക്രട്ട് പേജ് ഐ സീക്ക് ദി ലോഡ്. അപ്പോൾ ദാനിയേൽ ഈ പുസ്തകത്തിനകത്തൂടെ ഒരു ദൈവത്തെ കണ്ടു. അവൻ ന്യായപ്രമാണ പുസ്തകവും പ്രവചന പുസ്തകവും വായിച്ചപ്പോൾ അതിനകത്ത് സാഹചര്യമെല്ലാം മോശമാണ്. രാജ്യം പോയി, ഭരണാധികാരി പോയി, ചുറ്റുപാടുകൾ പോയി, ആരാധന സ്ഥലങ്ങൾ പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ അതിനകത്തൂടെ അദ്ദേഹം കണ്ടു, എൻ്റെ ദൈവം സകലത്തിൻ്റെ മേലും വാഴുന്നു. പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇവരുടെ നഷ്ടങ്ങൾ ദൈവത്തിൻ്റെ അറിവോടുകൂടി ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുമുള്ളതാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാണിവർ. ആ പറഞ്ഞത് നമ്മുടെ ഉള്ളിലോട്ട് കയറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ട്രാജഡീസ് ഉണ്ടല്ലോ, ഓൾ ദ ലോസസ് ഇൻ അവർ ലൈഫ്, ദൈവത്തിൻ്റെ അറിവിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും
ദൈവത്തിൻ്റെ അനുമതിയോടും, ബിക്കോസ് ഹി റെയിൻസ്, അവൻ വാഴുന്നു. അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മനഃപൂർവ്വമായി വിശ്വസിച്ചു. ഇതുകൊണ്ടാണ് റോബർട്ട് മറേ മക്ഷേൻ എന്ന് പറയുന്ന അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ജീവിതത്തിൻ്റെ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിശ്വസിക്കുന്നു, ഗോഡ് ഹാസ് ബ്രോട്ട് മീ ഹിയർ ഇൻ ഹിസ് വിസ്ഡം. തൻ്റെ ജ്ഞാനത്തിൽ ദൈവം എന്നെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ദ ലോർഡ് വിൽ കീപ് മീ ഹിയർ ബൈ ഹിസ് ഗ്രേസ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവമുണ്ടല്ലോ, തൻ്റെ ജ്ഞാനത്തിൽ, തൻ്റെ കൃപയാൽ എന്നെ ഈ വിഷമമുള്ള സ്ഥലത്ത് കാക്കും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ആൻഡ് ഇൻ ഹിസ് ഗുഡ്നെസ് ഹി വിൽ ടീച്ച് മീ വാട്ട് ഐ നീഡ് ടു ലേൺ. തൻ്റെ നന്മയിൽ ഞാനിവിടെ വസിക്കുമ്പോൾ ഞാൻ പഠിക്കേണ്ടത് എന്നെ പഠിപ്പിക്കും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇൻ ഹിസ് പവർ, ഇൻ ഹിസ് ടൈം ഹി വിൽ ഡെലിവർ മീ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എത്ര മനോഹരം, ദാനിയേലിൻ്റെ ചിന്ത പോലെ തന്നെ ഇരിക്കുന്നു. എന്നെ ഈ വേദനയുടെ നഷ്ടങ്ങളുടെ സ്ഥലത്ത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് എന്നെ കൊണ്ടുവന്നത്. തൻ്റെ ജ്ഞാനത്തിൽ എന്നെ കൊണ്ടുവന്നെങ്കിൽ തൻ്റെ കൃപയിൽ എന്നെ ഇവിടെ സൂക്ഷിക്കും. ഈ സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പഠിക്കേണ്ടത് തൻ്റെ നന്മയിൽ എന്നെ പഠിപ്പിക്കും. തൻ്റെ സമയമാകുമ്പോൾ എന്നെ ഈ സ്ഥലത്ത് നിന്ന് തൻ്റെ ശക്തിയാൽ വിടുവിക്കും. ഇത് ആത്മാർത്ഥമായി ഇന്ന് ഉള്ളിലേക്ക് കയറ്റി വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ സാഹചര്യം എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ നടുവാണ്, പ്രയാസങ്ങളുടെ നടുവാണ്, കഷ്ടങ്ങളുടെ നടുവിലാണ്. ഇൻ ഹിസ് വിസ്ഡം ഗോഡ് ഹാസ് ബ്രോട്ട് മീ ഹിയർ. ഇൻ ഹിസ് ഗ്രേസ് ഹി വിൽ കീപ് മീ ഹിയർ. ഇൻ ഹിസ് ഗുഡ്നെസ് ഹി വിൽ ടീച്ച് മീ വാട്ട് ഐ നീഡ് ടു ലേൺ. ആൻഡ് ഇൻ ഹിസ് ടൈം, in his time, he'll take me out by his power. Praise the Lord. അപ്പോൾ ദാനിയേലിനൊരു ദൈവം ഉണ്ടല്ലയോ, സകലവും അറിയുന്ന ദൈവം, സകലവും നിയന്ത്രിക്കുന്ന ദൈവം. അഹശ്വേരോസിൻ്റെ കൊട്ടാരത്തിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോയി നാക്കണമെന്ന് ദൈവം ചിന്തിച്ച് തീരുമാനിച്ചാണ് ഒരു അനാഥ പെൺകുട്ടിയെ രാജ്ഞിയായിട്ട് വെച്ച്. പ്രൊവിഡൻസ് ഓഫ് ഗോഡാ. നയമാൻ്റെ ഭവനത്തിൽ കുഷ്ഠരോഗിയാകട്ടോ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി വേലക്കാരിയാക്കി വെച്ചു. അതും ദൈവത്തിൻ്റെ പ്രോവിഡൻസാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരം എത്ര ഭംഗിയായിട്ടാണ് നീങ്ങുന്നത് എന്ന് നോക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ കരുതലിൽ ദൈവം നമ്മെ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നാക്കുന്നു. ഇൻ ഹിസ് പ്ലാൻ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കരത്തിലാണ്. ദൈവം എനിക്ക് യാഥാർത്ഥ്യമെന്ന് മാത്രമല്ല, ഞാൻ അവൻ്റേതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനിലാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു സാഹചര്യത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ നല്ലതാണ്. 2, ദൈവത്തിൻ്റെ പ്ലാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സെക്യൂരിറ്റിയാണ്. ഇതുപോലെ സെക്യൂരിറ്റിയുള്ള വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഞാൻ വീണു എന്ന് പറഞ്ഞാൽ ഞാൻ സെക്യൂർ അല്ലയോ? ഭാരത ഗവൺമെൻറ്റുമായി ഞാനൊരു സിറ്റിസൺ എന്നൊരു ബന്ധമല്ലാതെ എനിക്ക് വേറെ ഒരു ബന്ധവും ഇല്ലേ? എന്നാൽ അധികാരികൾ എന്നോട് പറയുകയാണ്, ഇന്ന പദ്ധതിക്കകത്ത് ഞാൻ നിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇന്നത്തെ അധികാരികൾ എന്നോട് പറഞ്ഞ് ആ പദ്ധതിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് വലിയൊരു കോൺഫിഡൻസ് ഇല്ലയോ ഈ ലോക ജീവിതത്തിന്? കാരണം എന്നാണെന്നറിയാമോ? ഐ ആം in the plan and purpose of the ruling government. എന്നാലോചിച്ച് നോക്കിയ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ ഞാനും നിങ്ങളും ഒന്ന് വീണ് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ചെറുതല്ല, കോൺഫിഡൻസ് വലുതാണ്. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ നമുക്കെല്ലാം അറിയാം, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. 272 വേറെ ആളുകളുണ്ടായിരുന്നു. കരഞ്ഞ് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന നടുവിൽ ഒരു മനുഷ്യൻ ശാന്തമായി നിൽക്കുക. അദ്ദേഹം പറഞ്ഞു, എന്നെക്കുറിച്ച് എൻ്റെ ഉടയവൻ, അങ്ങനെയാണ് അദ്ദേഹം ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ, എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ എൻ്റെ ദൈവം. ദൈവം എത്ര യാഥാർത്ഥ്യമാണെന്ന് നോക്കിയേ. എൻ്റെ ഉടയവൻ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം. ഇന്നലെ രാത്രി തൻ്റെ ദൂതനെ എൻ്റെ അടുക്കൽ അയച്ചു.
എന്നോട് പറഞ്ഞു, പൗലോസേ, നീ എൻ്റെ പദ്ധതിയില്ല, യു ആർ ഇൻ മൈ പ്ലാൻ. കൈസറുടെ മുമ്പിൽ നീ നിൽക്കണം. കൊടുങ്കാറ്റോ പ്രതിസന്ധിയോ കപ്പൽ ഛേദമോ എന്തു തന്നെ വന്നോട്ടെ, ഐ എം പെർഫെക്റ്റ്ലി സേഫ് ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള വഴിയെ കൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഗോഡ് കോൺഷ്യസ് അല്ലേ, ദൈവബോധമല്ലേ, ഞാൻ ഇന്ന് ജീവിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പരമ ഇഷ്ടത്തിൻ്റെ ഉള്ളിലാണെന്ന് അകത്ത് നല്ല ബോധമുണ്ടെങ്കിൽ ഭയപ്പെടണ്ട. യു ഡു നോട്ട് ഹാവ് ടു ഫിയർ. ബഹുമാനപ്പെട്ട മാത്യു വർഗീയച്ചന്, മാമൻ വർഗീയച്ചന് എൻ്റെ മരുമകൻ്റെ കഥ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം CMCയിൽ ഉണ്ടായിരുന്നു, ചാപ്ലിനായിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ ആയുസ്സിൽ ഞാൻ ഇവിടെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. When he came to know he was a cancer patient, എന്നോട് ആദ്യം പറഞ്ഞ, അപ്പാ, I am perfectly safe in the will of God. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഉള്ളിൽ. കീമോതെറപ്പി കഴിഞ്ഞിട്ടല്ല, ഇത് പ്രയാസപ്പെടേണ്ട, ഇത് സ്പ്രെഡ് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമല്ല. കഠിനമായ രോഗത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ദൈവബോധമല്ലിത്, ഇത് ദൈവബോധമല്ലിത്. ദൈവം ജീവിതത്തിലൊരു യാഥാർത്ഥ്യം. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ കർത്താവിനെക്കുറിച്ച് ഇങ്ങനൊരു അറിവും ജ്ഞാനവും വേണം. In his wisdom, he has brought me here. In his grace, he will keep me here. In his goodness, he will teach me. And in his time, he will deliver me. Praise the Lord. Hallelujah. ഈ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിന് മുമ്പേ ഈ കയറ്റുന്നവരെ ഒരുമാതിരി സെമി കോൺഷ്യസ് ആക്കും. എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പോലും എനിക്ക് തോന്നുന്നു, ഇതിനകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്ന സാധനമൊക്കെ കണ്ടുകൊണ്ട് നേരത്തെ ഹാർട്ട് ഫെയിലിയറോ ഒന്നും വരാതിരിക്കാനായിരിക്കും ഇവർ ഒരു സെമി കോൺഷ്യസ് ആയിട്ട് ഇതിനകത്തോട്ട് കയറും. അതുകൊണ്ട് അകത്ത് എന്തുവാന്നുള്ളത് വലിയ ബോധമൊന്നുമില്ല. ബോധത്തോടെ അകത്ത് കയറിയാൽ ഇതിനകത്തുള്ള ഈ കത്തിയുടെ വലിപ്പവും അതിൻ്റെ ആ ആംഗിളും അതിൻ്റെ മൂർച്ചയും അതിൻ്റെ ഷാർപ്പ്നെസ്സും ഇങ്ങനെ നിരത്തി വെച്ചേക്കില്ലയോ, ഇതിങ്ങനെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഭയപ്പെടില്ലയോ. ഇതിനകത്തുള്ള ഉറപ്പെന്നാന്നറിയോ? All the scalpels and all the tools are in the hands of the wonderful surgeon. ദൈവമൊക്കെ ഒരു കാര്യം അറിയാം, ഉപയോഗിക്കാൻ പോകുന്ന സകല ആയുധവും നല്ല സർജൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഒരു കപ്പലെ യാത്ര ചെയ്ത ക്യാപ്റ്റൻ്റെ ഭാര്യ പേടിച്ച് നിലവിളിച്ച് ക്യാപ്റ്റൻ്റെ മുറിയിൽ ചെന്ന്, അവിടെങ്ങും കയറി ചെല്ലേണ്ട കാര്യമില്ല, അവർ ക്യാബിനിൽ ഇരുന്നാൽ മതി. ഇങ്ങനെ കിടന്നിളകുന്ന കണ്ടോണ്ട് ക്യാപ്റ്റൻ്റെ മുറിയിലോട്ട് ഓടിച്ചെന്നാൽ അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, കുഴപ്പം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുക, നോ പ്രോബ്ലം. വിശ്വസിക്കുന്നില്ല. പിന്നെ വിശ്വസിക്കാനായിട്ട് അദ്ദേഹം ഒരു ചെറിയ ഒരു കാര്യം ചെയ്തു. കയ്യിലിരുന്ന പേനാക്കത്തി ഒന്ന് നിവർത്തിച്ച് അവരുടെ കഴുത്തിന് നേരെ ഒന്ന് നീട്ടി. ആ കഴുത്തിന് നേരെ ആ പേനാക്കത്തി വന്നിട്ട് അവർക്കൊരു അനുഭവം ഇല്ല കേട്ടോ. അവിടെ ചോദിച്ചു, ആർൻ്റ് യു സ്കേർഡ്? പേടിയില്ലയോ? ആ സ്ത്രീ ഉടനെ പറഞ്ഞു, നോ, ഐ നോ ദാറ്റ് നൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. എന്നെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കയ്യിലാണ് ഈ കത്തി. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്തോട്ടെ, ഭയപ്പെടേണ്ട ദൈവ പൈതല്. അബ്രഹാമിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് ഇൻ യുവർ ലൈഫ് ഈസ് ഇൻ ഹിസ് ഹാൻഡ്സ്.
പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ്. അതുകൊണ്ട് നിരാശ വരികയില്ല, അവർ ധൈര്യത്തോടെ ഇരുന്നു. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ദൈവം അവർക്ക് അനുകൂലമാണ് എന്നുള്ള ചിന്ത. രണ്ട്, ദൈവത്തിൻ്റെ കയ്യിലാണ് സകലവും ഇരിക്കുന്നത്. ഇൻ ഹിസ് പ്രോവിഡൻസ് ഐ എം സേഫ്, ഇൻ ഹിസ് പ്ലാൻ ഐ എം സേഫ്. മൂന്ന്, അതുകൊണ്ട് നിരാശരല്ല, പ്രത്യാശയുള്ളവരാണ്. മൂന്നാമത്, ഇവരെ ഈ ആകർഷണീയമായ ഒരു ജീവിതമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ്. ഇംഗ്ലീഷിലൊരു വാക്ക് ഉപയോഗിച്ചിട്ട് വിൻ സം പീപ്പിൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതുവഴി പോയാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, എല്ലാവരും ഒന്ന് ആകർഷിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലർ ഇങ്ങനെ സമൂഹത്തിനകത്തോട്ട് കയറി ചെന്നാൽ ഈ സകല സന്തോഷവും കെട്ടുപോകുന്ന അനുഭവമുണ്ട്. ചിലർ വന്ന് കയറിക്കഴിഞ്ഞാൽ അതങ്ങ് പ്രകാശിക്കും, ഇല്ലയോ? ഒന്ന് കയറിയാൽ മതി. എൻ്റെ വൈഫ് സുമയ്ക്ക് ഒരു കസിനുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ അന്നേരുണ്ട്, കണ്ടോ എന്തൊരു സന്തോഷമാണെന്നറിയാം. ആ കപ്പിൾ ഞങ്ങളുടെ കുടുംബത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, പാട്ടുകാരാണ് ബേസിക്കലി, എപ്പോഴും പാട്ടാണ്, ദൈവമക്കളുമാണ്. അന്തരീക്ഷത്തിലോട്ട് വന്നു കഴിയും, ജസ്റ്റ് മേക്സ് us ഹാപ്പി, വിൻസം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? 19 വാക്യത്തിൽ ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യരായി ഒരുത്തരേം കണ്ടില്ല കേട്ടോ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നു 20 വാക്യത്തിൽ, ബാബേലുള്ള സകല മന്ത്രവാദികളിലും 10 ഇരട്ടി വിശിഷ്ടന്മാർ, 10 times. അപ്പോൾ ഇതിനകത്ത് ഈ പ്രകാശമൊക്കെ നഷ്ടപ്പെട്ട് ഇത്രയേ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖം വാടിയേ നടക്കാൻ സാധ്യതയുള്ളില്ലയോ? ഇതിൻ്റെ ഒരംശം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ മതി, പിന്നെ എനിക്ക് തോന്നുന്നില്ല ചിരിക്കുമെന്ന് പോലും. ദേശവും നഷ്ടപ്പെട്ടു, ചുറ്റുപാടും നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ടു. ബട്ട് വെരി വിൻസം പീപ്പിൾ. ദുഃഖമില്ലെന്നല്ല, അവർ കടന്നു പോകുമ്പോൾ ആളുകളെ അങ്ങ് സ്വാധീനിക്കും. 10 ഇരട്ടി വിശിഷ്ടന്മാർ, തേജസ്സുള്ളവർ, കോമളന്മാർ. എന്തുകൊണ്ടാണ് എന്ന് നോക്കാട്ടെ. അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു വലിയ ചിന്തയുണ്ട്. യഹോവയുടെ സൗന്ദര്യം എന്ന് 90 സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞിട്ടുണ്ട്. അവസാന വാക്യത്തിൽ യഹോവയുടെ സൗന്ദര്യം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് യഹോവ ദയയും കൃപയും കരുണയും ഒക്കെ ഉള്ളവനാ, ഗ്രേഷ്യസ് ഗോഡ്. ഈ ഗ്രേഷ്യസ് ഗോഡിനെയും കൊണ്ട് നടക്കുന്ന ഉടനെ അൺഗ്രേഷ്യസ് ആകാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്കുമോ? കൃപയുള്ള കർത്താവിനെയും കൊണ്ട് നടക്കുമ്പോൾ കൃപയില്ലാത്തവനായി ജീവിക്കാൻ ഒക്കുമോ? അപ്പോൾ ഈ മനുഷ്യരുടെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും, ഗുഡ്നെസ് ഓഫ് ഗോഡ് ഒരു റിയാലിറ്റി ആയിരുന്നു. 10 ഇരട്ടി വിശിഷ്ടന്മാർ, അവർക്ക് തുല്യരായി ആരെയും കണ്ടില്ല. ഇവിടെ നാം വായിക്കുന്നത് ഈ അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേൽ എന്തൊരു സ്വാധീനമായിരുന്നെന്നറിയാമോ? അവരുടെ മേൽ ഈ ഷണ്ഡാധിപന് അവരോട് കരുണ തോന്നിയെന്നാണ് വായിക്കുന്നത്. അതുമാത്രമല്ല, മെൽസർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കും. ആ മനുഷ്യൻ്റെ മേലുള്ള സ്വാധീനം. പിന്നീട് ഈ വൈസ്മെന്നിനെ, അതായത് ഈ അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനികളെ എല്ലാം കൂടെ കൊല്ലാൻ 2-ാമത്തെ അധ്യായത്തിൽ രാജാവിൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനമില്ലാഞ്ഞതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സകല ജ്ഞാനികളെയും കൊല്ലാനുള്ള കൽപ്പനയുമായിട്ട് പോയ അരിയോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ അരിയോക്കിൻ്റെ മുമ്പിൽ പോലും ദാനിയേലിനും കൂട്ടർക്കും പ്രത്യേക കരുണയാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നശിപ്പിക്കാനായിട്ട് വരുന്നവൻ്റെ മുമ്പിൽ പോലും വിൻസം, അവനെ കൂടെ ആദായപ്പെടുത്താൻ കഴിയുന്ന അനുഭവം. 1:9, 1:14, 2:14, 15 ആകർഷണീയമായൊരു ജീവിതം, സോ അട്രാക്റ്റീവ്. വാസ്തവത്തിൽ ദൈവകൃപയും ദൈവം ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഇറ്റ് ഗിവ്സ് യു ആൻ അട്രാക്റ്റീവ് ക്രിസ്ത്യാനിറ്റി, ആകർഷണീയമായ ജീവിതം. ഈ പരീശന്മാർ ഭക്തന്മാരായിരുന്നു. പരീശൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉടനെ നമുക്കൊരു നെഗറ്റീവ് ചിന്താഗതിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മളെക്കാളൊക്കെ നിഷ്ഠയും പ്രമാണമുള്ളവരായിരുന്നു. ഈ ദശാംശം കൊടുക്കുന്നതിനകത്ത്, പ്രാർത്ഥിക്കുന്നതിനകത്ത്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനകത്തൊക്കെ എന്ത് കൃത്യമായിരുന്നെന്നറിയാമോ? പക്ഷേ അവരുടെ ഭക്തിക്കൊരു ആകർഷണീയതയില്ലായിരുന്നു. ഒരു ചുങ്കക്കാരൻ, ഒരു പാപിയും അവരുടെ ഭക്തി കണ്ടുകൊണ്ട് അടുത്ത് വന്നിട്ടില്ല.
എന്നാൽ യേശു തമ്പുരാൻ വിശുദ്ധനായിട്ടാണ്, ഇവരെക്കാളൊക്കെ വിശുദ്ധനായിട്ടാണ് ജീവിച്ചത്. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. യവനന്മാർ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് പരീശന്മാരെ കാണണമെന്നല്ല, യഹൂദ നേതാക്കളെ കാണണമെന്നല്ല, മത നേതാക്കന്മാരെ കാണണമെന്നല്ല പറഞ്ഞ്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. വി വാണ്ട് ടു സീ ജീസസ്. അപ്പോൾ സാക്ഷാൽ ദൈവഭക്തിക്കൊരു അട്രാക്റ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ ഇടവക മിഷനായി നമുക്കൊരു പ്രത്യേക ദൗത്യമുണ്ട്. ഈ ലോകത്തിൽ നിന്ന് ഒന്നും പറഞ്ഞില്ലെങ്കിലും ജീവിച്ചു കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇതുപോലെ ജീവിക്കണമെന്ന് തോന്നത്തക്കവണ്ണം ദൈവകൃപയുടെ തേജസ് അണിഞ്ഞ് ജീവിക്കണം. ഈ കർത്താവിനെ ഈ നല്ല അഡ്വർടൈസ്മെൻറ്റും കർത്താവിന് ദോഷമല്ലെങ്കിൽ നഷ്ടം വരുത്തുന്ന അഡ്വർടൈസ്മെൻറ്റും ക്രിസ്ത്യാനികൾ തന്നെയാണ്. ദൈവകൃപയോടെ ജീവിക്കുന്നൊരു വിശ്വാസി ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നൊരു വ്യക്തിയാണ്. ദൈവകൃപയില്ലാതെ ജീവിക്കുന്നൊരു വിശ്വാസി ദൈവത്തിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റുന്ന ഒരു വിശ്വാസിയുമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും സാധ്യതയുണ്ട്. സോ വി മസ്റ്റ് ബി വിൻ സം പീപ്പിൾ. നമ്മുടെ ഭക്തി കണ്ടാൽ മറ്റുള്ളവർ ചേർന്ന് വരത്തക്കവണ്ണമുള്ളൊരു ദൈവഭക്തി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവഭക്തിക്കൊരു ആകർഷണീയത ഉണ്ടാകണം. പലപ്പോഴും ഈ ദൈവഭക്തി മറ്റുള്ളവരെ ഒരുമാതിരി അകറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്തിയായത്. ഇത് കണ്ടാൽ അടുക്കണമെന്ന് അവർക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീയോട് ആലയത്തിൽ വരുന്ന ആളല്ല ചോദിച്ചു, ആലയത്തിലോട്ട് വരുന്നോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഐ ഓൾറെഡി ഹാവ് ഇനഫ് ട്രബിൾസ്. പിന്നെ അതുകൂടെ വന്നു കഴിഞ്ഞാൽ അതുകൂടെ എൻ്റെ തലയിലോട്ട് വേണ്ട. കാരണം അവിടെ പോകുന്നവരെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേക ശോഭയുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഗ്ലോ വരിക എന്നല്ല, മറ്റുള്ളവർ കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു ജീവിതം സാധ്യമല്ലേ? കല്ലേറ് കൊണ്ട സ്തേപ്പാനോസിനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കല്ലേറ് കൊണ്ട സ്തേപ്പാനോസിനെ ഏറ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കൊരു പ്രത്യേക തേജസ്, ആകർഷണീയതയുണ്ട്. അപ്പോൾ ദേശത്തെ പറയുന്നതിന് മുമ്പേ നമ്മുടെ അടുത്ത തലമുറയുടെ മുമ്പിൽ നമ്മുടെ ദൈവഭക്തി ആകർഷണീയമുള്ളതാക്കണം. നിർബന്ധം കൊണ്ട് വരികയല്ല. എൻ്റെ അപ്പച്ചൻ്റെ ഭക്തി, എൻ്റെ മമ്മിയുടെ ഭക്തി